ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇന്നത്തെ നമ്മളെ വീഡിയോ ഞാൻ ഒരു ഫുൾ എൻ്റെ ഈ പ്രഗ്നൻസി ത്രൂ ഔട്ടുള്ള എൻ്റെ സ്കാനിങ് റിപ്പോർട്ട്സ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മാത്രമല്ല, ഈ സ്കാനിങ് റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ നമുക്കറിയാത്തൊരു പുതിയൊരു സംഭവമുണ്ട്. അതും കൂടി ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ചിലപ്പോൾ ഒന്ന് നല്ലതായിരിക്കും കേട്ടിരിക്കുന്നതെന്ന് തോന്നിയിട്ടാ. അപ്പൊ എന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളത് കേട്ടിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഫാമിലിയിൽ ഒരാളുടെ അടുത്തും ഈ കാര്യം ഷെയർ ചെയ്തിട്ടില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രം അറിഞ്ഞിട്ടുള്ള ഒരു വലിയൊരു കാര്യമായിരുന്നു. നമ്മുടെ 5-ാം മാസത്തിലെ അനോമലി സ്കാനിൽ ഞങ്ങളെ പേടിപ്പിച്ചൊരു കാര്യമുണ്ട്. സോ അതും ഈ വീഡിയോയിലൂടെ ആയിരിക്കും വീട്ടുകാർ പോലും അറിയുന്നുണ്ടാവുക. പിന്നെ അത് കേട്ടിട്ട് നമ്മൾ ആകെ ഷോക്കായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വഴിയെ ഓരോ സ്കാനിങ് റിപ്പോർട്ടായിട്ട് പറയുമ്പോൾ നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പൊ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കാം. എന്തായാലും ഇങ്ങനെ ഒരു റിപ്പോർട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ പേടിക്കുകയാണെങ്കിൽ പിന്നീട് പേടിക്കാതിരിക്കാനുള്ള കാര്യം കൂടിയാണ്. ശരിക്കും എന്തുണ്ടായി എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയാം. ഓക്കെ. അപ്പൊ ആദ്യത്തെ 3 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് സ്കാനിങ് എന്ന് പറഞ്ഞ ഡോക്ടറുടെ റൂമിൽ തന്നെ ആയിരുന്നു സ്കാനിങ്. ഡോക്ടർ തന്നെയായിരുന്നു സ്കാൻ ചെയ്തിരുന്നത് കേട്ടാ. പിന്നെയാണ് നമുക്ക് എന്താ പറയുക, ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ഉണ്ടാവുമല്ലോ സ്കാനിങ്. അവിടെ സ്കാനിങ് ലാബ് സ്കാനിങ് സെന്റർ അല്ല, അൾട്രാസൗണ്ടിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവല്ലോ, അവിടെ സ്കാൻ ചെയ്തിരുന്നത്. അല്ലാത്തപ്പോൾ 3 മാസം വരെ ഡോക്ടറുടെ റൂമിൽ തന്നെയാണ് എനിക്ക് സ്കാനിങ് ഉണ്ടായിരുന്നത്. സോ എന്താ ഫസ്റ്റത്തെ സ്കാനിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താ പറയുക, ഉള്ളിൽ തന്നെയാണോ, യൂട്രസില് ഉള്ളിൽ തന്നെയാണോ എന്നൊക്കെ അറിയാനും ഹാർട്ട് ബീറ്റ് വന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള സ്കാനാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അന്ന് നമ്മൾ ഇത് ചെക്ക് ചെയ്തപ്പോൾ നമ്മളെ ഡേറ്റ് അനുസരിച്ച് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ സ്കാനിങ്ങിന്റെ ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ സ്കാനിങ്ങിന്റെ ടൈം ആകുമ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നമ്മൾ എന്നിട്ട് സ്കാൻ ചെയ്തപ്പോൾ സാക്ക് ഉള്ളിലുണ്ട് എന്നുള്ളതും കാർഡിയാക് ആക്ടിവിറ്റി ഉണ്ടെന്നും ഒക്കെ അറിഞ്ഞു കേട്ടോ. ഫസ്റ്റത്തെ ആ ഒരു ഇതിൽ നമ്മൾ ഏകദേശം ഒരു 6 വീക്കൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ ഉള്ളിൽ തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഡോക്ടർ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡോക്ടറുടെ റൂമിൽ വെച്ചിട്ട് തന്നെ. അപ്പോൾ നമുക്ക് സാക്ക് ഉണ്ട്, സിംഗിൾ ഇൻട്രായൂട്രീൻ ഗെസിറ്റേഷൻ ആണ്, നമ്മുടെ ഒരൊറ്റ ബേബിയുള്ള നമുക്ക് കിട്ടാം. അപ്പോൾ ഫീറ്റൽ പോൾ വിത്ത് കാർഡിയാക് ആക്ടിവിറ്റി സീനൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഹാർട്ട് ബീറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ആ ഒരു ഇത് വെച്ചിട്ട് 5 വീക്കും 6 ഡേയ്സും ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പ്രകാരം നമ്മളെ സ്കാനിങ് പ്രകാരം ഡേറ്റ് ഉണ്ടായിരുന്നത് ജൂൺ 18-ാം തീയതി ആയിരുന്നു. ശരിക്കുള്ള LMP പ്രകാരം നമുക്ക് 14/6/2025 അതായത് എൻ്റെ LMP ഉണ്ടായിരുന്നത് 7/9/2024. അതായത് നമ്മളെ ലാസ്റ്റ് പീരീഡിന്റെ ഇതുണ്ടാവുമല്ലോ, ലാസ്റ്റ് മെൻസ്ട്രൽ സൈക്കിളിലോ അങ്ങനെ എന്തോട്ടാണ്, പീരീഡോ അങ്ങനെ എന്തോട്ടാണ്. അത് സെപ്റ്റംബർ 7 ആയിരുന്നു 2024. എന്നിട്ട് അത് പ്രകാരം നമുക്ക് ജൂൺ 14 എന്താ പറയുക ഡേറ്റ് വരിക ഡെലിവറിയുടെ. പക്ഷെ സ്കാൻ ചെയ്തപ്പോൾ ഒരു 4 ദിവസത്തൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് ഡോക്ടർ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഒന്നാമത്തെ സ്കാനിങ് റിപ്പോർട്ട് കേട്ടോ. രണ്ടാമത്തെ സ്കാനിങ് റിപ്പോർട്ട് നമുക്ക് എടുത്തത് ഒരു 3 മാസമൊക്കെ ആകുമ്പോഴാണല്ലോ, 3 മാസം ആകുമ്പോഴാണ് സ്കാനിങ് ചെയ്തത്. ഈ മൂന്നാമത്തെ സ്കാനിങ്ങിലും ഈ പറഞ്ഞ പോലെ എന്താ ഡോക്ടർ റൂമിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു. അതിലും ഈ പറഞ്ഞ പോലെ സിംഗിൾ ലൈവ് ഇൻട്രായൂട്രിൻ റെസിറ്റേഷൻ, നമ്മളെ ഉള്ളിൽ ഒരു ബേബി ഉണ്ട്. പ്ലസന്റെ അപ്പർ സെഗ്മെന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ലെങ്ത് പറഞ്ഞിട്ടുണ്ട്, അത് 57.6 mm എന്നൊക്കെ നമ്മൾ
ഹെഡ് ടു ലെങ്ത്, എന്താ പറയുക, ഫുള്ളായിട്ടുള്ള ഉണ്ണിയുടെ ആ ഒരു ലെങ്ത് ഉണ്ടാവില്ല, അതാണ് പറയണത് കേട്ടോ. CRL എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടാവും. അതിനെന്താ പറയുക, എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല, സോറി. CRL നമ്മുടെ ഉണ്ണിയുടെ ആ ഒരു ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഗസ്റ്റേഷൻ ഏജ് അത് വെച്ചിട്ട് 12 വീക്കും 3 ഡേയ്സും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അൾട്രാസൗണ്ട് പ്രകാരം സ്കാനിങ്ങിൽ നമ്മുടെ ഡേറ്റ് പറഞ്ഞത് 17ആണ്. മറ്റേ ആദ്യത്തിൽ 18ആയിരുന്നെങ്കിൽ പിന്നെ 17ആയി. പിന്നെ നാസൽ ബോണൊക്കെ സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതുപോലെ നമ്മുടെ ശരിക്കുള്ള ഡേറ്റ് 14-ാം തീയതിയാണ്. അതിനേക്കാൾ 3 ദിവസത്തൊക്കെ ഡിഫറൻസ് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് നമ്മുടെ പീരീഡ്സിൻ്റെ ഒക്കെ ഇതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഉണ്ണീനെ അങ്ങനെ നമുക്ക് വ്യക്തമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടറുടെ റൂമിൽ തന്നെയാണ് ചെയ്യണത്. അപ്പൊ അത്ര വലിയ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയിൽ കാണില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. അതാണ് രണ്ടാമതെടുത്ത സ്കാൻ. അതായത് രണ്ടാമത്തെ സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-ാമത്തെ മാസം എടുത്തത്. ചിലർക്കിത് 2-3 പ്രാവശ്യമൊക്കെ എടുത്തിട്ടുണ്ടാവും കേട്ടോ. ആദ്യം ചിലപ്പോൾ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല, അപ്പൊ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും എടുക്കും. അങ്ങനെ ഒരു നമ്മുടെ ഒരു 3-ാം മാസത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു 3 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ സ്കാനിങ് ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് 2 പ്രാവശ്യമേ ചെയ്തിട്ടുള്ളൂ. കാരണം ഫസ്റ്റ് സ്കാനിങ്ങിന് ഹാർട്ട് ബീറ്റും ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി എന്നെ പേടിപ്പിച്ച സ്കാനിങ് റിപ്പോർട്ടായിരുന്നു 5-ാമത്തെ സ്കാനിങ് റിപ്പോർട്ട്. സോറി, 5-ാം മാസത്തിലെ സ്കാനിങ് റിപ്പോർട്ട്. അനോമലി സ്കാൻ എന്ന് പറയും. ഉണ്ണികൾക്ക് വല്ല ഡിഫക്റ്റ് ഉണ്ടോ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. 3-ാമത്തെ സ്കാനിന് നമ്മൾ പറയുക NT സ്കാൻ എന്നാണ്. ഇതിന് അനോമലി സ്കാൻ എന്ന് പറയും. ഉണ്ണികൾക്ക് വല്ല അബ്നോർമാലിറ്റീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 21 വീക്സിലാണ് എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പ്രകാരം നമ്മുടെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 14-ാം തീയതി തന്നെ ആയിരുന്നു കേട്ടോ വന്നത്. പിന്നെ ആ സമയത്ത് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഏകദേശം ഉണ്ണിയുടെ വെയിറ്റ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതില് ഇങ്ങനെ BPD, പിന്നെ HC, AC, FL, HL അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതായത് അതൊക്കെ തലവട്ടം, അതുപോലെ തന്നെ വയറിന്റെ വട്ടം, അബ്ഡോമിനൽ സർക്കംഫറൻസ് അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മുടെ ഫുട്ട് ലെങ്ത് അതൊക്കെ ആണ് കാണിക്കുന്നത്. ഇതിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ സിംഗിൾ ലൈവ് ഇൻട്രായൂട്രൈൻ റെസിറ്റേഷൻ ഇൻ വേരിയബിൾ പ്രസന്റേഷൻ, ഫീറ്റസ് ഷോസ് ഗുഡ് കാർഡിയാക്, നമ്മളെ ഹാർട്ട് ബീറ്റ് ഒന്നും കുഴപ്പമില്ല. അതുപോലെ സോമാറ്റിക് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഫീറ്റ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 129 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരുന്നു. റെഗുലർ ആയിട്ടുള്ള ഒരു തന്നെയായിരുന്നു. വെയിറ്റ് ആ സമയത്ത് ഉണ്ണിക്ക് ഏകദേശം 358 ഗ്രാംസ് പ്ലസ് ഓർ മൈനസ് 52 ഗ്രാംസ്, ഏകദേശം 350 ഗ്രാം എന്ന് പറയാം, അല്ലെങ്കിൽ 400 ഗ്രാമിൻ്റെ ഒക്കെ അടുത്ത്. ചിലപ്പോൾ അതിൽ 52 കുറയാൻ കൂടാം. 300 ഗ്രാം അല്ലെങ്കിൽ 400 ഗ്രാം ആ ഒരു ഏകദേശം വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫീറ്റൽ അനാട്ടമി മൊത്തം നമ്മളെ ഹെഡ് നോക്കും, ഫേസ് നോക്കും, നെക്ക് നോക്കും, തോറക്സ്, അതുപോലെ തന്നെ കാർഡിയാക് സ്ക്രീനിങ്, അബ്ഡമൻ, കിഡ്നിയുടെ ഫങ്ഷൻ, അംബ്ലിക്കൽ കോഡ്, ഡയഫ്രം, സ്പൈന്, എക്സ്ട്രിമിറ്റീസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് അവർക്കറിയുന്ന രീതിയായിട്ട് നമുക്ക് പറഞ്ഞല്ലോ, ഞാനൊരു എന്താ പറയുക, ഡോക്ടറൊന്നല്ല, ഒരു എഞ്ചിനീയറാണ്. സോ കൂടുതലായിട്ട് വിശദീകരിക്കാൻ അറിയില്ലെങ്കിലും എന്താണ് പേടിപ്പിച്ചതെന്ന് പറയാം. ഇതില് നമ്മുടെ ഹെഡിലും ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ. ഹെഡില് ഒരു ചെറിയൊരു മിഡ് ലൈൻ ഫ്ലെക്സിൻ ടിനി കൊറോയിഡ് പ്ലീസെക്സ് സിസ്റ്റ് നോട്ടഡ് ഓൺ ലെഫ്റ്റ് ലാറ്ററൽ വെൻട്രിക്കിൾ മെഷറിങ് 3x2 mm. ചെറിയൊരു സിസ്റ്റ് തലയിൽ കാണുന്നുണ്ടായിരുന്നു ഉണ്ണിയുടെ. ടിനി കൊറോയിഡ് എന്നാണ് അതിന് പറയുന്നത്, പ്ലീസെക്സ് സിസ്റ്റ്. പക്ഷേ ഇത് ഞങ്ങൾ സ്കാനിങ് എടുക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ഡോക്ടറുടെ റൂമിലല്ല, ഹോസ്പിറ്റലായിരുന്നു. ഡോക്ടറുടെ
റൂമിലേക്ക് നമുക്ക് അപ്പോയിൻമെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ശനിയാഴ്ചയാണ് നമുക്ക് സ്കാനിങ് നടന്നത്. പിന്നെ ഞായറാഴ്ച ലീവാണ്. പിന്നെ തിങ്കളാഴ്ചയാണ് ഡോക്ടർക്ക് അപ്പോയിൻമെന്റ് കിട്ടില്ല. അപ്പൊ ഇത് റിപ്പോർട്ട് ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഈ സിസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുമല്ലോ, അവരിങ്ങനെ ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഉണ്ണീനൊക്കെ കാണിച്ചു തന്നു. പക്ഷെ സിസ്റ്റിന്റെ കേസൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. പക്ഷെ സിസ്റ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്യും വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു കൊടുക്കണ കേട്ടപ്പോഴേ എന്തോ പ്രശ്നമുണ്ട് എന്ന് എൻ്റെ തലയിൽ കയറി. പിന്നെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഈ ഹെഡിൽ ടിനി കൊറോയിഡ് പ്ലീസ സിസ്റ്റ് നോട്ടഡ് ഓൺ ലാറ്ററൽ വെൻട്രിക്കിൾ, അതും കൂടി വായിച്ചപ്പോൾ എനിക്ക് കിളി പോയി. പിന്നെ 3x2 mm ചെറുതാണ്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ എന്താ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ അതാണ്, അത് വലിയ പ്രശ്നമുള്ളതല്ല. കുറേ ഒന്നോ രണ്ടോ പേർക്കൊക്കെ പ്രഗ്നൻസിയില് വരുന്ന കേസാണ്. അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ പൊക്കോളും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പൊ വിഷ്ണു പറഞ്ഞു നീ ടെൻഷൻ ആവണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാലും അവന്റെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഉറക്കം കിട്ടണില്ല. എങ്ങനെയെങ്കിലും ഒന്ന് തിങ്കളാഴ്ച ആയി കിട്ടിയാൽ മതി, ഡോക്ടറെ കണ്ടാൽ മതി, ഡോക്ടർ എന്താ പറയണെന്നുള്ള അറിയണം. പക്ഷെ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല, ഇതുവരെ ആരും അറിഞ്ഞിട്ടുമില്ല കേട്ടാ. എന്നിട്ട് ഞാൻ നമ്മുടെ തിങ്കളാഴ്ച ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലല്ലോ റിപ്പോർട്ട്, ഇതിലൊരു ചെറിയൊരു സിസ്റ്റ്, ഇതിനെ പറ്റിയിട്ട് സ്കാനിങ്ങിന്റെ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞാൽ ഇല്ല. പിന്നെ ഞാൻ എന്തിനാ പറഞ്ഞ, അതിൻ്റെ ഒന്നും ആവശ്യം പറയേണ്ടിയിരുന്നില്ല. ഇതിനെ കുറിച്ചൊന്നും ടെൻഷൻ അറിയണ്ട കേട്ടാ. ഇങ്ങനത്തെ കേസൊക്കെ ഉണ്ടാവാറുള്ളതാണ്. ഇങ്ങനെ വന്ന് പ്രസവിച്ച് നല്ല മണി പോലത്തെ കുട്ടികളെ പ്രസവിച്ച് പോണ്, അതൊന്നും ഉണ്ടാവില്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അതോട് കൂടിയിട്ട് സമാധാനമായി. ഓക്കെ. എന്നാലും ഇനിയൊരു സ്കാനിങ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 31 വീക്സിൽ. 30 വീക്സിൽ. ഇത് 21 വീക്സിലാണ് നടത്തിയത്, അത് 5-ാം മാസം. പിന്നെ ഇനി 7-ാം മാസത്തിലാണ് ഇനി സ്കാനിങ് ഉള്ളൂ. അതുവരെ നമുക്ക് റിസോൾവ് ആയോ എന്നുള്ളത് അപ്പോഴേ അറിയുള്ളൂ കേട്ടോ. പക്ഷെ ഡോക്ടർ പറഞ്ഞപ്പോൾ സമാധാനമായി, നമ്മളത് ഓക്കെ കുഴപ്പമില്ല. പക്ഷെ ഇതുവരെ ആരടുത്തും പറഞ്ഞില്ല. പിന്നീട് ഒരു ടെൻഷൻ ആവണ്ട വെച്ചിട്ട് നമ്മൾ ആരടുത്തും പറഞ്ഞില്ല. അപ്പൊ അതില് ഉണ്ണിയുടെ ഫോട്ടോ ഒക്കെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ അങ്ങനെ കാണിച്ച് തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് 4D ആണ്, 4D സ്കാൻ അല്ല, അങ്ങനെ എന്തോട്ടാണ്. അപ്പോൾ അതില് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഉണ്ണിയുടെ മുഖം കണ്ടുണ്ടാവുമല്ലോ, ചെറുതായിട്ട് ഇങ്ങനെ ഈ രീതിയിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ മറ്റ് 2 സ്കാനിങ്ങിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡോക്ടർ റൂമിൽ തന്നെ ആയിരുന്നു. ഡോക്ടർക്ക് പേയ്മെന്റ് 850 അങ്ങനെ എന്തോട്ടായിരുന്നു കേട്ടോ. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. അനോമലി സ്കാനിന് അത്യാവശ്യം 3000 ഒക്കെ അടുത്ത് ഉണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. നിങ്ങൾക്ക് റേറ്റ് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഞാൻ കമന്റിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി എൻ്റെ എന്താ പറയുക ബില്ലൊക്കെ നോക്കിയിട്ട് ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ അനോമലി സ്കാനിന്റെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് റേറ്റിന്റെ കേസല്ല, ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയൊരു സിസ്റ്റ് നമ്മളെ തലയിലുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ണിയുടെ തലയിലുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കണ്ട. നമ്മൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു തരുമല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമല്ലോ. അപ്പൊ ഈ ഇങ്ങനെ ടിനി കൊറോയിഡ് പ്ലീസ സിസ്റ്റ് കേട്ടാ, പേര് ശ്രദ്ധിച്ചോ, ടിനി കൊറോയിഡ് പ്ലീസ സിസ്റ്റ്. ആ ഒരു സംഭവം കേട്ട് കഴിഞ്ഞാൽ ആരും ടെൻഷൻ ആവണ്ട. അന്ന് ഞാൻ ടെൻഷനായി. പിന്നെ ഡോക്ടർ പറഞ്ഞപ്പോൾ ഓക്കെ ആയി. എന്നാലും എനിക്ക് ഇനിയൊരു സ്കാനിങ്ങിന് പോയാലുള്ളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ 30 വീക്സിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്യാന്നുള്ളത്. അപ്പൊ നമുക്ക് 30 വീക്കൊക്കെ ആയപ്പോൾ നമുക്ക് അടുത്ത സ്കാനിങ് ഉണ്ടായിരുന്നു. അതായത് 7-ാം മാസത്തിൽ ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. ആ സ്കാനിങ്ങിൽ പിന്നെ ഈ സിസ്റ്റൊക്കെ ക്ലിയർ ആയി, റിസോൾവ് ആയി, അതൊന്നും കാണാനില്ല എന്നായിട്ടാ. പിന്നെ അതിൽ പറഞ്ഞ അതേ സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഇൻട്രായൂട്രിൻ സിംഗിൾ റെഗുലർ ഇൻട്രായൂട്രിൻ ജസ്റ്റേഷൻ, സെഫാലിക് പ്രസന്റേഷൻ ആയിട്ടുണ്ടായിരുന്നു, തല തിരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അടിയിലേക്ക് തന്നെ ആയിട്ട്. പിന്നെ എന്താ പറയാ ഫീറ്റസ് ഷോക്ക്, ഗുഡ് കാർഡിയാക്ക്, നമ്മുടെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആൾ ആക്റ്റീവ് ആയിരുന്നു. പിന്നെ ഫീറ്റൽ ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 124 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരുന്നു. റെഗുലർ ആയിട്ടുള്ള ഒരു ഹാർട്ട് ബീറ്റ് തന്നെയാണ്. പിന്നെ ഫീറ്റൽ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1757 ഗ്രാം ±2 263 ഗ്രാം. നമ്മുടെ
ടൈമിനേക്കാൾ കുറച്ചുകൂടി വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു ആള്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പ്രകാരം എൻ്റെ LMP ഡേറ്റ്, അതായത് മറ്റേ EDD ഡേറ്റ്, LMP വെച്ചിട്ട് EDD നമ്മുടെ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എത്ര നേരം തെറ്റി പറയുകയായിരുന്നു ചെയ്തിരുന്നത്. LMP എന്ന് പറഞ്ഞിരുന്നത് വന്നിട്ട്, സോറി, LMP പ്രകാരം എന്താ പറയുക, EDD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് എൻഡിങ് ഡ്യൂ ഡേറ്റ്. ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14/6/2025 പക്ഷെ ഇതില് ഉണ്ണിയുടെ വെയിറ്റ് കൂടിയപ്പോൾ 6-ാം തീയതി, ജൂൺ 6-ാം തീയതിക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം നോർമലായിരുന്നു. ഇതിന് ഡോപ്ലർ സ്കാൻ എന്ന് പറയും. ഇതുപോലെ എന്താ പറയുക, കുറേ കാര്യങ്ങൾ എന്താണ് അനോമലീസ് ഒന്നും ഡിറ്റക്ട് ചെയ്തിട്ടില്ല. പിന്നെന്താണ് പോസ്റ്റീരിയർ അപ്പർ ആൻഡ് മിഡ് സെഗ്മെന്റിലാണ്. പിന്നെ പ്ലസന്റെ പ്രിവ്യൂ ഒന്നല്ല, നോട്ട് ലോ ലേയിങ്, അടിയിലേക്കൊന്നല്ല, പോസ്റ്റീരിയർ ആണ്, അപ്പർ സെഗ്മെന്റിലായിട്ടാണ് ഇരിക്കുന്നത്. അതായത് പോസ്റ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗർഭപാശയ മുഖത്തിന്റെ ബാക്ക് സൈഡിൽ, മറ്റേത് ഫേസിലാണെങ്കിൽ ആന്റീരിയർ എന്ന് പറയും. പിന്നെ പ്രിവ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിഭാഗത്തൊക്കെ വരുന്നതാണ്. പിന്നെ നമുക്ക് അമ്നോട്ടിക് ഫ്ലൂയിഡ് ഒക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ എല്ലാ ബയോഫിസിക്കൽ പ്രൊഫൈൽ വെച്ചിട്ട് 8/8 തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും, പാരാമീറ്റേഴ്സ് ഒക്കെ വിത്തിൻ നോർമൽ ലിമിറ്റ്സ് ആയിരുന്നു. അപ്പൊ 7ാമത്തെ സ്കാനിങ് റിപ്പോർട്ട് കഴിഞ്ഞതോടുകൂടി എനിക്ക് സമാധാനമായി, ഇതിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് ഇതായി. പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്തതാണ് ഗ്രോത്ത് സ്കാൻ 9ാം മാസത്തിൽ, അതായത് 36 വീക്സിൽ. അപ്പോൾ 36 വീക്സിലാണെങ്കിലും നമ്മൾ എന്താ പറയുക, അത് വെച്ചിട്ട് ഒരു ദിവസത്തെ ഒരു വ്യത്യാസം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 35 വീക്സും 6 ഡേയ്സ് ഉള്ളപ്പോഴാണ് ഞാൻ സ്കാനിങ്ങിന് പോണത്. അത് പ്രകാരം 14-ാം തീയതിയാണ് എൻ്റെ ഡേറ്റ് വരേണ്ടത്, ഡ്യൂ ഡേറ്റ് വരേണ്ടത്. നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ ഒരു ദിവസത്തെ ഒരു വ്യത്യാസം കാണിക്കുന്നുണ്ട്. അപ്പോൾ 15-ാം തീയതി എന്നുള്ളതായി. പക്ഷെ ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഡേറ്റ് 14-ാം തീയതിയാണ് കേട്ടോ. ജൂൺ 14-ാം തീയതിയാണ് എൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത്. പിന്നെ ഉണ്ണിയുടെ വെയിറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. വെയിറ്റ് എന്താ പറയുക, 2709 grams plus or minus 396 grams 396 grams ആണ്. അതിപ്പോൾ അത് വെച്ചിട്ട് വെയിറ്റ് ഏകദേശം ഒന്നുകിൽ 3 കിലോ അല്ലെങ്കിൽ അതെ 2.7 2400 ആ ഒരു റേഞ്ചിലാണ് ഉണ്ണിയുടെ വെയിറ്റ്. മൂന്നിനും 2500 അങ്ങനെയൊക്കെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അപ്പൊ 7ാമത്തെ മാസം വെയിറ്റ് കൂടിയെങ്കിലും പിന്നത്തെ മാസം ആയപ്പോഴത്തേനും ആൾ നോർമലായിട്ട്. അതെന്താ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, 7ാമത്തെ മാസം അതിന് മുന്നേ നമുക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ടാവുമല്ലോ. ആ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡയബറ്റിക് അല്ല എന്ന് അറിഞ്ഞപ്പോൾ, അതിന് മുന്നേ അനിയൻ വന്നപ്പോൾ ഒന്നും ഞാൻ ചോക്ലേറ്റ് കഴിച്ചില്ല. ഇവരിങ്ങനെ 2 മാസം കൂടുമ്പോൾ വിഷ്ണുവിൻ്റെ അനിയനും വരും, രണ്ടാളും റിഗിലാണ്. അപ്പോൾ വരും. അപ്പോൾ ഒരാൾ പോയി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അടുത്ത ആൾ വരും. അപ്പോൾ അനിയൻ വന്ന ടൈമിലായിരുന്നു എനിക്ക് ടെസ്റ്റ്, ഈ ഗ്ലൂക്കോസ് ടെസ്റ്റ്. അപ്പം ഞാൻ മിഠായി ഒന്നും കഴിച്ചില്ല, നോർമലായിരുന്നു. ഷുഗർ ഭയങ്കര നോർമലായിട്ടുള്ള റേറ്റ് 70 അങ്ങനെ എന്തൊക്കെയായിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം ഞാൻ എന്താ പറയുക, വിഷ്ണു വന്നപ്പോൾ, ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ മിഠായി കൊടുന്നപ്പോൾ അത്യാവശ്യം ചോക്ലേറ്റ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിക്കാൻ പറ്റാത്ത ഗാലക്സി, ടൊബ്ലറോൺ, അതൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഈ വിഷ്ണു വന്നപ്പോൾ ഞാൻ കഴിച്ചു. അപ്പോൾ ഉണ്ണിയുടെ വെയിറ്റ് കൂടി. ഈ വെയിറ്റ് കൂടി എന്ന് പറഞ്ഞപ്പോൾ ഈ 6-ാം തീയതി ഒക്കെ ആവും എന്നൊക്കെ, ഉണ്ണി കുറച്ച് വലിപ്പമുണ്ട്, അപ്പോൾ ചിലപ്പോൾ സിസേറിയൻ ആക്കേണ്ടി വരും, നോർമൽ ഡെലിവറിക്ക് ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഷുഗർ കട്ട് ചെയ്ത് തുടങ്ങി. ആദ്യം ഞാൻ ഷുഗർ കഴിക്കുന്നത് ഈ രാഗി കുറുക്കുമ്പോൾ മാത്രം കുറച്ച് ഷുഗർ കഴിക്കും, അല്ലാതെ ഞാൻ പഞ്ചസാര കഴിക്കാറുണ്ടായിരുന്നില്ല. മധുരമുള്ള ഐറ്റംസ് അങ്ങനെ അത്. പിന്നെ ഫ്രൂട്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ മാംഗോ, അതുപോലെ തന്നെ ചക്ക, അതൊക്കെയാണ് കഴിക്കുക. അതൊക്കെ ലിമിറ്റഡ് ആയിട്ടാണ് കഴിക്കുള്ളൂ. പിന്നെ
അപ്പത്തേനും 9ാം മാസം ആയപ്പോഴത്തേനും വെയിറ്റ് നോർമൽ ഇതായി. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഇത് വെച്ചിട്ട് ലാസ്റ്റത്തെ സ്കാനിങ് റിപ്പോർട്ട് വെച്ചിട്ട് എല്ലാം ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല, ഇനിയിപ്പോൾ 14 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി, 38 വീക്സിൽ ചെക്കപ്പ്, ഇനി സ്കാനിങ് ഒന്നുമില്ല. അപ്പോൾ 9ാം മാസത്തിലെ ഗ്രോത്ത് സ്കാനിങ് കൂടി കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞു കേട്ടോ. ഏകദേശം 9ാം മാസത്തിലെ സ്കാനിങ്ങിന് മറ്റ് സ്കാനിങ്ങിനെ വെച്ചിട്ട് റേറ്റ് കുറവാണ്. ഇതിന് 1350 അങ്ങനെയൊക്കെ ആയത് നമ്മുടെ ഹോസ്പിറ്റലിൽ. പുറത്ത് പോയി ചെയ്യുമ്പോൾ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ചിലതിനൊക്കെ. പിന്നെ നല്ല സ്കാനിങ് സെൻറ്ററിൽ പോകുമ്പോൾ അനോമലി സ്കാനിനൊക്കെ 5000 അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്കാനിങ് സെൻറ്ററിൽ, ഞാൻ പേര് പറയണില്ല, തൃശ്ശൂരിലൊരു സ്കാനിങ് സെൻറ്ററിൽ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇതുള്ള സ്കാനിങ് സെൻറ്ററാണ്. നമ്മളെന്തായാലും പിന്നെ ഹോസ്പിറ്റലും കൂടി ചെക്ക് ചെയ്തപ്പോൾ ഹോസ്പിറ്റൽ മതി എന്ന് വിചാരിച്ചു. ഒരു മിനിറ്റ് ഇപ്പോൾ തുറക്കാം. അപ്പോൾ പിന്നെ ഇതൊക്കെയായിരുന്നു സ്കാനിങ് റിപ്പോർട്ട്. പിന്നെ ഈ അനോമലി സ്കാനും NT സ്കാനുമാണ് കുറച്ച് റേറ്റ് കൂടുതലുള്ളൂ. NT സ്കാന് അനോമലിനേക്കാൾ കുറച്ചുകൂടെ കുറവാണ്. മറ്റേത് 3000 സംതിങ് എന്തോ ആയിട്ടുണ്ടായിരുന്നു. NT സ്കാന് 2500 2000 അങ്ങനത്തെ റേറ്റ് ഒക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ സ്കാനിങ് റിപ്പോർട്ടിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചിലത് കണ്ടു കഴിഞ്ഞ് നമ്മൾ ഓവറായിട്ട് ടെൻഷൻ ആവണ്ട, നമ്മൾ ഡോക്ടർ പറയുമ്പോൾ നമുക്ക് സമാധാനമാവും. അപ്പോൾ ഇത് വീട്ടുകാർക്കും അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം നോർമൽ ബേബി, നോർമൽ, ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്. ഇനി എല്ലാം നമ്മളെ കയ്യിൽ കിട്ടുമ്പോഴാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. എന്നെപ്പോലെ ഇതുപോലെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന കുറേ പ്രഗ്നൻസി ഉണ്ട്, അവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻസ് ഒന്നും വരാതിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ഹെൽത്തി ബേബി ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക, നല്ലൊരു ഉണ്ണി ഉണ്ടാവാൻ. അതുപോലെ ഞങ്ങളും നന്നായിട്ട് ഒരു സുഖപ്രസവമായിട്ട് ശരീരസുഖത്തോട് കൂടിയിട്ട് നമ്മൾ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.